ഫ്രണ്ട്സ്, അപ്പോൾ ഓണം ഔട്ട്ഫിറ്റ് സീരീസിൽ ഇത് 6ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നൊരു സെറ്റ് സാരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഹാൻഡ് വർക്ക് വരുന്ന ടൈപ്പ് ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ത്രെഡ് വർക്കാണ് ഫുള്ള് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഗോൾഡൻ ബീഡ് കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഫ്രണ്ട് പോർഷനിൽ ഇതാ ഇത്രയും ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഇത്രയും ഭാഗത്ത് നമ്മുടെ ഈ ഷോൾഡർ ടു ഈ ഒരു ഹിപ്പ് വരെ വരുന്ന ആ ഒരു ഏരിയയിൽ മാത്രമാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ഈ സൈഡ് പ്ലീറ്റ് പോകുന്ന ഈ ഒരു ഏരിയയിലും കൂടെ ആ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലും ഒരു മുല്ലപ്പൂ ഹാക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മളുടെ കാവ്യാമാധവന്റെ ഒക്കെ ഒരു സിഗ്നേച്ചർ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഭയങ്കര ഉണ്ടയാക്കി പൂ വയ്ക്കും. പക്ഷെ അത് നമ്മൾ സാധാരണ നോർമൽ സ്ലൈഡ് വെച്ചൊക്കെ കുത്തിയൊക്കെ ചെയ്യുമ്പോൾ അത് അധികം സമയം നിൽക്കില്ല. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ഊരി വീഴും. അപ്പൊ അങ്ങനെ വീണ് പോവാണ്ട് എങ്ങനെ കൃത്യമായിട്ട് മുല്ലപ്പൂ വെക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ആയോ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ത്രെഡാണ് കേട്ടോ. കോട്ടൺ ത്രെഡാണ് വേണ്ടത്. പോളിസ്റ്ററിന്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിൽക്കില്ല, കോട്ടൺ ത്രെഡ് തന്നെ വേണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനിപ്പോ മുടി മൊത്തത്തിൽ ഇങ്ങനെ പിന്നിട്ടിരിക്കുകയാണ്. നോർമൽ ഓപ്പൺ ഹെയർ ആക്കി ഇട്ടിട്ടൊക്കെയാണ് ഇതേപോലെ പൂ വെക്കേണ്ടതെങ്കിൽ നമുക്ക് ഇയർ ടു ഇയർ ഏരിയ മെഷർ ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചരട് ജസ്റ്റ് ഇതുപോലെ പുറകിൽ വെച്ചിട്ട് എത്ര ഏരിയയിലാണ് ഫ്ലവർ കവർ ചെയ്ത് പോകേണ്ടതെന്ന് നോക്കുക. എനിക്കിപ്പോ ഇവിടുന്ന് ഇവിടം വരെയാണ് പൂ വേണ്ടത്. അപ്പൊ അത്രയും ചരട് ഇങ്ങനെ വെച്ചിട്ട് അളവെടുക്കാം. എന്നിട്ട് ഈ രണ്ട് സ്ഥലത്തും ഓരോ നോട്ട് ഇട്ട് കൊടുക്കുക. അത് ഞാൻ ആദ്യം നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 2 നോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ ഇതിന്റെ ഇടയിലായിട്ട് ഫ്ലവർ എത്ര ലെങ്തിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെങ്തിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഒറ്റയ്ക്ക് പൂ വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഇത്രയും പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, എവിടെയാണോ പൂ വെക്കേണ്ടത് അവിടെ ജസ്റ്റ് ഇത് വെക്കുക. എന്നിട്ട് ഈ നോട്ട് ഉണ്ടല്ലോ, ഇതിനെ ക്രോസ് ചെയ്ത് 2 ബോപ്പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് തലയിൽ എവിടെയാണോ ഒരറ്റം വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെക്കുക. എന്നിട്ട് ഒരു ബോപ്പിൻ എടുക്കുക, ഹെയർ കൂട്ടി ഇതിനിങ്ങനെ ലോക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ബോപ്പിനും കൂടെ എടുക്കുക. ശേഷം ആദ്യം കുത്തിയ ബോപ്പിനെ ക്രോസ് ചെയ്ത് ഈ നോട്ടിനെ ഉള്ളിലാക്കി ഇങ്ങനെ ഒരെണ്ണം കൂടി കൊടുക്കുക. കണ്ടോ, ഇവിടെ നോട്ട് വരണം. അപ്പൊ പിന്നെ ഇത് ഇളകി വരില്ല. അങ്ങനെ 2 സൈഡും ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ വെച്ച് കാണിക്കാട്ടോ. അപ്പൊ അത് പുറത്തേക്ക് കാണാണ്ട് ഉള്ളിലേക്ക് ആക്കി, മാക്സിമം ഹെയറിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കുത്തണം കേട്ടോ. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഈ ത്രെഡ് അടിയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവെക്കാം. ഇതിപ്പോ ഓപ്പൺ ഹെയർ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ വെച്ച പോയി ഇത്രയും ഏരിയയിൽ വരും. അപ്പോൾ ഈ നോട്ടിനെ ഇവിടെ ലോക്ക് ചെയ്തതിന് ശേഷം ഈ ബാക്കി വരുന്ന ത്രെഡിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി ഈ സെന്ററിലാണ് കേട്ടോ കെട്ടേണ്ടത്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ വെച്ചത് കാരണമാണ് അടിയിലേക്ക് കൊണ്ടുപോയിട്ട് കെട്ടുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുക. ഇനി ഇവിടെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം. അപ്പൊ ഇന്നത്തെ ഹാക്ക് ഇതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഔട്ട്ഫിറ്റും ഹാക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ടാറ്റാ.